വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്ന സമയം പെട്ടെന്ന് ഫലം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പ്രാർത്ഥന തുടങ്ങുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ജപിക്കുന്ന വരാഹി ദ്വാദശ നാമ സ്തോത്രം നിങ്ങൾ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. ഇതിൽ ദേവിയെ പ്രകീർത്തിക്കുന്നതായിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള 12 അതിദിവ്യ നാമങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ഭക്തിയോടെ ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നവർക്ക് ദേവിയുടെ ചൈതന്യം വളരെ പെട്ടെന്ന് ലഭിക്കുകയും ചെയ്യും. ദാരിദ്ര്യ ദുഃഖം ഉണ്ടാകില്ല. തൊഴിൽ സംബന്ധമായിട്ടുള്ള പുരോഗതിയും സാമ്പത്തിക സംബന്ധമായിട്ടുള്ള പുരോഗതിയും ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യും. ദൃഷ്ടിദോഷം, ബാധ, ദുർമന്ത്രവാദം തുടങ്ങിയവ യാതൊന്നും ബാധിക്കുകയുമില്ല. ഇരപ്പുഴ പൂർണ്ണമായിട്ടും മാറിക്കിട്ടുകയും ചെയ്യും. ശാപദോഷങ്ങളും പൂർണ്ണമായിട്ടും മാറിക്കിട്ടും. കുടുംബത്തിൽ ഐക്യവും സമാധാനവും ഉണ്ടാകുകയും ചെയ്യും. ഈ സ്തോത്രം ഭക്തിയോടെ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്താൽ മറ്റുള്ളവരാൽ ബഹുമാന്യരായി തീരുമെന്നാണ് ഇതിന്റെ ഫലശ്രുതിയിൽ പറയുന്നത്. ഇത് നിത്യമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകുന്ന ദിവസങ്ങളിലോ പ്രഭാതത്തിൽ 4 മണിക്കും 7:30ക്കും ഇടയിലും രാത്രിയിലാണെങ്കിൽ 8 മണിക്കും 2 മണിക്കും ഇടയിലും ആണ് ഇത് ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യേണ്ടത്. വരാഹി ദേവിയെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് ശരീരശുദ്ധി വരുത്തി വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വടക്ക് ദർശനമായിട്ട് ഭക്തിയോടെ ഇരിക്കണം. അതിനുശേഷം ശ്രീപീഠത്തിലിരിക്കുന്ന വരാഹി ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഈ സ്തോത്രം ആദ്യം 3 തവണ കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യണം. അതിനുശേഷം വേണം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം അല്ലെങ്കിൽ കാര്യം പറഞ്ഞുകൊണ്ട് ദേവിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ പരമാവധി 12 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ ന്യായമായിട്ടുള്ള എന്തു കാര്യവും സാധിച്ചു കിട്ടും. ഈ സ്തോത്രം കേൾക്കുകയോ ജപിക്കുകയോ ചെയ്യുന്നവർക്ക് പ്രത്യേകമായിട്ടുള്ള പ്രതിഷ്ഠകൾ ആവശ്യമായിട്ട് ഇല്ല. വരാഹി ദ്വാദശ നാമ സ്തോത്രം. പഞ്ചമീ ദണ്ഡനാഥാച സംകേതാ സമയേശ്വരി തഥാ സമയ സംഘേതാ വാരാഹി പുത്രിണി ശിവ വാർത്താലിച്ച മഹാസേന ജ്ഞാനചക്രേശ്വരി തഥാ അരിഗ്നിചേതി സംപ്രോക്തം നാമ ദ്വാദശകം മുനി നാമ ദ്വാദശത് ആപിജ്ഞാ വജ്രപഞ്ചരമദ്യഗഃ സങ്കടേ ദുഃഖം ആപ്നോതി ന കദാചന മാനവഃ. ഇതി ശ്രീ വാരാഹി ദ്വാദശനാമസ്തോത്രം സമ്പൂർണം.